പ്രമേഹം അല്ലെങ്കിൽ ഷുഗർ രോഗം അല്ലെങ്കിൽ ഡയബറ്റിസ് ഇത് ആദ്യമായിട്ട് കണ്ടുപിടിക്കപ്പെടുമ്പോൾ പല ആളുകളും എന്നെ സമീപിച്ചിട്ട് അവർ ചോദിക്കാറുണ്ട്, ഡോക്ടറെ ഉടനെ തന്നെ മരുന്ന് കഴിക്കണ്ടേ, ഉടനെ തന്നെ നമുക്ക് ചികിത്സ തുടങ്ങണ്ടേ? പക്ഷെ ഞാൻ അവരോട് എല്ലാവരോടും പറയുന്ന ഒരു കാര്യം അത് തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. നിങ്ങൾക്ക് ഷുഗർ ആദ്യമായിട്ടാണ് കണ്ടുപിടിക്കപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ തന്നെ മരുന്നിൻ്റെ പുറകെ പോകരുത്, ചികിത്സയുടെ പുറകെ പോകരുത്. പകരം ഇത് എന്താണ്, അതായത് ഡയബറ്റിസ് എന്ന് പറയുന്നത് ഒരു ജീവിതശൈലി രോഗമാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതിനകത്ത് നമ്മൾ കൂടുതലും അതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ജീവിതശൈലി അഡ്ജസ്റ്റ് ചെയ്യാനാണ്. കാരണം നമ്മുടെ ജീവിതശൈലിയുടെ പല തെറ്റായ കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് ഈ ഷുഗർ രോഗം അഥവാ ഡയബറ്റിസ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതശൈലി ആദ്യം തന്നെ നമ്മളൊന്ന് ചിട്ടപ്പെടുത്തേണ്ടതുണ്ട്. കൃത്യമായിട്ട് വ്യായാമം ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണങ്ങൾ ക്രമീകരിക്കുക, മധുരമുള്ള ഭക്ഷണങ്ങൾ മാക്സിമം ഒഴിവാക്കുക. ഇങ്ങനെ അതുപോലെ തന്നെ നമുക്ക് അധികം ക്ഷീണം ഉണ്ടാകാത്ത കാര്യങ്ങൾ ചെയ്യുക, അതായത് ഉറക്കമൊക്കെ കൃത്യസമയത്ത് ചെയ്യുക, രാത്രിയിൽ അധിക സമയം ഉണർന്നിരിക്കുക, അല്ലെങ്കിൽ രാവിലെ കൂടുതൽ നേരം കിടന്നുറങ്ങുക. ഇങ്ങനെയുള്ള ശീലമൊക്കെ മാറ്റി ആ ഉറക്കം ക്രമീകരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മുടെ ആ ഷുഗർ എന്ന് പറയുന്ന ബ്ലഡിലെ ആ ഷുഗറിൻ്റെ അളവ് കുറേ അധികം നിയന്ത്രിക്കപ്പെടും. ഞാൻ എല്ലാ ആൾക്കാരോടും പറയാറുള്ളത്, ആദ്യം തന്നെ നിങ്ങൾക്ക് ഷുഗർ ആദ്യമായിട്ട് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു മാസത്തേക്ക് നിങ്ങൾ മരുന്നൊന്നും കഴിക്കേണ്ട, നിങ്ങൾ ഒരു ചികിത്സയുടെയും പുറകെ പോകേണ്ട, ഒരു ഒറ്റമൂലികളും ചെയ്യേണ്ടതില്ല. അതിന് പകരം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ജീവിതശൈലി അഡ്ജസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ ഭക്ഷണം കൃത്യമാക്കുക, മധുരം ഒഴിവാക്കുക, ഉറക്കം കൃത്യമാക്കുക, അതുപോലെ തന്നെ കൃത്യമായിട്ടൊരു എക്സസൈസ് ചെയ്യുക. ഇത് കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത ശേഷം കറക്റ്റ് ഒരു മാസം കഴിയുമ്പോൾ നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ഷുഗർ ഒന്ന് ടെസ്റ്റ് ചെയ്യുക. അപ്പോഴും നിങ്ങളുടെ ഷുഗർ കൂടുതലായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതശൈലി അഡ്ജസ്റ്റ് ചെയ്താലും നിങ്ങളുടെ പ്രമേഹം നിയന്ത്രണത്തിലാവുകയില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന് വേണ്ട ചികിത്സകൾ സ്വീകരിക്കേണ്ടി വരും. എന്നാൽ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്ത ശേഷം ഒരു മാസം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ ഷുഗർ ലെവൽ നോർമൽ ആണെങ്കിൽ നിങ്ങൾ ഒരു ചികിത്സയും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആ ജീവിതശൈലി പിന്നീടും തുടർന്ന് പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഒരിക്കലും ഈ പ്രമേഹം ആക്രമിക്കുകയില്ല. അപ്പോൾ പ്രമേഹം ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്നവർ ഒരിക്കലും ഒരു ചികിത്സയുടെ പുറകെ പോകാതെ അവരുടെ ജീവിതശൈലി ക്രമീകരിക്കുകയാണ് വേണ്ടത്.